നമസ്കാരം. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന ദൃശ്യങ്ങൾ പ്രശസ്ത സംഗീതജ്ഞൻ ഇളയരാജയുടെ ജന്മനാടായ പണ്ണൈപുരം എന്ന ഗ്രാമമാണ്. ഏകദേശം 3500 കുടുംബങ്ങൾ ജീവിക്കുന്ന നിലവിൽ ഒരു വികസിത ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് തൽക്കാലം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ ജന്മഗൃഹത്തിൽ നിലവിൽ താമസമില്ല. പണ്ട് ഇദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരിയാണ് ഇവിടെ ജീവിച്ചിരുന്നത്. അവരും മരണപ്പെട്ടു. ഈ അടുത്ത കാലത്ത് ഏകദേശം 6 മാസത്തിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇളയരാജ ലോയർ ക്യാമ്പിലുള്ള അവിടുത്തെ ആ ഗാർഡൻ വസതിയിൽ വന്നിരുന്നു. ഫാം ഹൗസ് ഇവിടെ വന്നിരുന്നു. പക്ഷെ വന്നാലും ഈ വീട് ജന്മഗൃഹം അവർ സന്ദർശിച്ചില്ല എന്നാണ് എനിക്ക് ഗ്രാമവാസികളോട് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ഈ കാണുന്നതാണ് ഇശൈஞாനി എന്ന് സംഗീത പ്രേമികൾ വിശേഷിപ്പിക്കുന്ന ഇളയരാജയുടെ ജന്മഭവനം. ഈ ഭവനം സ്ഥിതി ചെയ്യുന്നത് കമ്പത്ത് നിന്നും ഏതാണ്ട് ഒരു 25 കിലോമീറ്റർ ദൂരമുള്ള പണ്ണൈപുരം എന്ന വില്ലേജിലാണ്. ഇദ്ദേഹത്തെപ്പറ്റി വീഡിയോ ചെയ്യാൻ പ്രധാന കാരണം ഇദ്ദേഹം ഇല്ലായ്മയിൽ നിന്നും വളർന്ന് ഇന്നിപ്പോൾ ലോകം അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഇദ്ദേഹത്തിൻ്റെ പിന്നാമ്പുറം എന്താണ് എന്നുകൂടി പ്രേക്ഷകരെ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾ ഈ ഗ്രാമത്തിൽ തന്നെ 5-6 കുടുംബാംഗങ്ങളുണ്ട്. ഒപ്പം തന്നെ ഇദ്ദേഹം ഇല്ലായ്മയിൽ ജനിച്ച് ജീവിതത്തിൽ ഇവിടം വരെ എത്തിയ ഒരു വ്യക്തിയും കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാവട്ടെ ആരും തന്നെ ഈ ഭവനം സന്ദർശിക്കാറില്ല. ഏറ്റവും ഒടുവിൽ സന്ദർശിച്ചിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ മൂത്ത ചേച്ചി മരണപ്പെടുന്ന ഒരു അവസരത്തിലോ മറ്റോ ആണ്. അതേണ്ട 4-5 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. സംഗീതത്തിലൂടെ ജീവിതത്തിൽ ഉന്നതങ്ങൾ ഇദ്ദേഹം കീഴടക്കിയിട്ടും ഇദ്ദേഹം ഈ നാടിനെയും ജന്മനാടിനെയും ബന്ധുമിത്രാദികളെയും ഈ ഗ്രാമത്തിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സാധുക്കളെയൊക്കെ അദ്ദേഹം ഇന്നും ഓർക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇത് പറയാൻ കാരണം കലാഭവൻ മണിച്ചേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ആ നാട്ടുകാരാവട്ടെ അല്ലാതെ മറ്റുള്ള ജില്ലക്കാരാവട്ടെ അല്ലെങ്കിൽ ഏത് ഭാഷയിൽപ്പെടുന്ന ഏത് രാജ്യത്തുള്ള വ്യക്തികളാണെങ്കിലും ഒരു സഹായമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ആ ചാലക്കുടി നഗരത്തിലുണ്ടെങ്കിൽ അദ്ദേഹം ഓട്ടോ ഓടിച്ചിരുന്ന കാലത്തും അതെ, അല്ലാതെ ഉന്നതങ്ങൾ കീഴടക്കി സിനിമാ മേഖലയിൽ വന്ന് ഉന്നതങ്ങൾ കീഴടക്കിയ കാലത്തും അതെ, അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന സഹായം അദ്ദേഹം ചെയ്തിട്ടുള്ളതായിട്ടാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഇദ്ദേഹം നേരെ തിരിച്ചുമാണ്. ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ജനലിൽ നമുക്ക് കാണാം ഗിറ്റാറ്, തബല തുടങ്ങിയ വാദ്യോപകരണങ്ങളാണ്. ഇദ്ദേഹത്തെപ്പറ്റി ഗ്രാമവാസികളോട് ഞാൻ തിരക്കിയപ്പോഴത്തേക്ക് ആർക്കും 10 പൈസയുടെ ഒരു ഉപകാരം ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തെ പോയി കാണാൻ ആരും മുതിർന്നിട്ടുമില്ല. ഇദ്ദേഹം ഈ സ്വന്തം സഹോദരി ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ വരാറുണ്ട് വല്ലപ്പോഴും. അതും വളരെ അപൂർവങ്ങളിൽ അപൂർവം മാത്രമേ 5-10 വർഷത്തിൽ